ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ കഴിഞ്ഞ തവണ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, കേരളത്തിലെ പല സ്ഥലങ്ങൾക്കും ആവശ്യക്കാരില്ലാതാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേക പ്രതിഭാസം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ആവശ്യമില്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ചില സ്ഥലങ്ങൾ ഹബ്ബുകളായി മാറാനുള്ള സാധ്യതകളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, കൊച്ചി പോലുള്ള ഒരു സ്ഥലം വീണ്ടും വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കൊച്ചിക്ക് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും, ഫോർ എക്സാമ്പിൾ ഇടുക്കി, കോട്ടയം പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുത്തൊഴുക്ക്, വേണമെങ്കിൽ ഒരു മൈഗ്രേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കൊച്ചിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ വീടുകളിലേക്ക് അവശേഷിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടിയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടൗണിലേക്ക് മാറണം എന്നുള്ള രീതിയിൽ വലിയൊരു മൈഗ്രേഷൻ കൊച്ചി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി വലുതായിക്കൊണ്ടിരിക്കുന്നു, അത് വലിയ ഒരു മെട്രോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഒപ്പം തന്നെ 5ഓളം പ്രൊജക്റ്റുകൾ, ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, 5ഓളം പ്രൊജക്റ്റുകൾ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഈ പ്രൊജക്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തീർച്ചയായിട്ടും സ്ഥലവില കൂടാനുള്ള സാധ്യതകളുണ്ട്. ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് അത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും എന്തായാലും ഒരു ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ കേരളത്തിൽ എന്തെങ്കിലും സാധ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. ഏകദേശം കേരളയിലുള്ള റൂട്ട് മാപ്പ് അടക്കം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമായിട്ടുണ്ട്. എവിടെയൊക്കെയാണ് സ്റ്റേഷനുകൾ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്പീഡായിട്ടുള്ള ഒരു റെയിൽവേ കോറിഡോർ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ മൊത്തം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേഷനുകളോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ വികസിക്കും എന്നുള്ള കാര്യത്തിലും പ്രത്യേകം സംശയം വേണ്ട. ഒപ്പം തന്നെ ഈ റെയിൽവേയുടെ ഒപ്പം തന്നെ ഞാൻ പറയുന്ന മറ്റൊരു സംഭവമാണ് കേരളത്തിലുള്ള എയർപോർട്ടുകൾ. കേരളത്തിലുള്ള എയർപോർട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എയർ ട്രാഫിക് കൂടുന്നു, ആളുകൾ കൂടുതൽ അതിൽ സഞ്ചരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അതിന് ചുറ്റും ആവശ്യമാകുന്ന ഫെസിലിറ്റീസിൻ്റെ എണ്ണവും വളരെയധികം കൂടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റേഷനുകൾക്കും എയർപോർട്ടുകൾക്കും ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ചുറ്റുമെന്ന് പറയുമ്പോൾ വളരെ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലൊക്കെ വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ഓൾറെഡി വില കൂടി കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ട് ഓൾറെഡി ആക്റ്റീവായി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് വികസനങ്ങളാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായി മാറുന്നതോടുകൂടി ഒരുപാട് ലോജിസ്റ്റിക്സ് അവിടെ നടക്കുന്നുണ്ടാവും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കുമുള്ള ലോജിസ്റ്റിക്സ് ഈ വിഴിഞ്ഞത്ത് നിന്ന് നടക്കുന്നത് വഴി പലതരത്തിലുള്ള ആളുകൾ അവിടെ എത്തുകയും പലതരത്തിലുള്ള കമ്പനികൾ അവിടെ തമ്പടിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്ക് കൊമേഴ്സ്യലായിട്ടും റെസിഡൻഷ്യലുമായിട്ടുള്ള വാല്യൂ വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ടുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വളരെയധികം വലിയ ഡിമാൻഡാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടെയ്നറുകൾ തന്നെ ഒരുപാടാണ് വരുന്നത്. ഈ കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ സാധ്യത ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിഴിഞ്ഞം വലിയ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് ഡീൽ ചെയ്യുന്ന ആളുകളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ അടുത്ത ഫേസ് വരുന്നുണ്ട്. കാക്കനാട്ടേക്ക് വരുന്നു. കലൂരിൽ നിന്ന് കാക്കനാട്ടേക്ക് കൊച്ചി മെട്രോ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലങ്ങളുടെ ഡിമാൻഡ്, മെട്രോ വരുമ്പോൾ പ്രത്യേകത, ചില സ്ഥലങ്ങളുടെ ഡിമാൻഡ് കുറയുകയും മറ്റ് ചില സ്ഥലങ്ങളുടെ ഡിമാൻഡ് വളരെയധികം കൂടുകയും ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മെട്രോ സിറ്റികളിലൊക്കെ മെട്രോ സ്റ്റേഷനുകളോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ വില കൂടുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ദുബായിൽ പോവുകയാണെങ്കിൽ, നമ്മളിവിടുന്ന് ദുബായിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് സഞ്ചരിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ദുബായ് മെട്രോ തന്നെയാണ്. നമ്മൾ എവിടേക്കാണ് പ്രിഫർ ചെയ്യുക? മെട്രോ ഇറങ്ങി അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ ഷോപ്പിങ്ങിനാണെങ്കിലും മറ്റേതെങ്കിലും കാര്യത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത്. കാരണം പിന്നീട് അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് പോകാമെന്നൊക്കെ പറയുന്നത് വളരെ ടഫായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ പറയുന്ന മെട്രോ എന്ന് പറയുന്ന സംവിധാനത്തെ ആയിരിക്കും. കാരണം ഈ ട്രാഫിക് ജാമിലൊന്നും പെട്ട് വെറുതെ ഇങ്ങനെ കിടക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കൊച്ചി മെട്രോയിൽ വരുന്ന സ്റ്റേഷനുകളുടെ അടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം വലിയ തരത്തിൽ വില കൂടാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത 2 സംഭവങ്ങൾ കൂടിയുണ്ട്. ലൈറ്റ് മെട്രോ പ്രൊജക്റ്റുകൾ കോഴിക്കോടിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും വരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് വലിയ ഒരു ഹബ്ബായിക്കൊണ്ടിരിക്കുന്നു. അതായത് മലബാർ ഭാഗത്തിൻ്റെ നല്ല പ്രധാനപ്പെട്ട ഒരു ഹബ്ബായിട്ട് കോഴിക്കോട് വികസിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ലൈറ്റ് മെട്രോ പ്രൊജക്റ്റ് വരുന്നതോടുകൂടി അടുത്ത ലെവലിലേക്ക് ആ സിറ്റി ഉയരും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. മാത്രമല്ല തിരുവനന്തപുരം, കേരളത്തിലെ മറ്റ് സിറ്റികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത തിരുവനന്തപുരത്തിനുണ്ട്. കുറച്ചുകൂടി വീതിയുള്ള റോഡുകൾ, കമ്പാരിറ്റീവ്ലി ക്രൗഡഡ് അല്ലാത്ത ഒരു സ്ഥലം, കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം
എന്നുള്ളൊരു ഫീലൊക്കെ തിരുവനന്തപുരത്തിനുണ്ട്. കുറച്ചുകൂടി ക്ലീനർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തോട്ടും ആളുകൾ മാറി താമസിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം, കോഴിക്കോട്, തിരുവനന്തപുരത്തിനടുത്ത് തന്നെയുള്ള വിഴിഞ്ഞം, അതുപോലെ കൊച്ചി, ഈ സ്ഥലങ്ങളിലെല്ലാം തീർച്ചയായിട്ടും വില കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് ഞാൻ വലിയ പ്രൊജക്റ്റുകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യും, ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെ ഒബ്സർവ് ചെയ്യുകയും ചെയ്താൽ റിയൽ എസ്റ്റേറ്റ് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും വില കൂടും, ഉറപ്പാണ്.